ഇന്നിതാ കാലത്തേ നമ്മളൊരു പരിപാടിയിലാട്ടാ. അപ്പോൾ സമയം എന്താ 6:30 ആവുന്നുള്ളൂ. ഇത് ഒരു 15 മിനിറ്റ് ഫാസ്റ്റാക്കി വെച്ചേക്കട്ടാ. ക്ലോക്ക് കാണുമ്പോഴെങ്കിലും കുറച്ച് ഫാസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്നലെ നമ്മൾ 2 ചക്കേനെ ചോളയൊക്കെ പറിച്ച് കുരൊക്കെ കളഞ്ഞ് ചവണിയൊക്കെ കളഞ്ഞ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് കാലത്ത് ദാ അതിനെ ചട്ടിയിലിട്ട് കുറച്ച് ശർക്കരയും ചേർത്തിട്ട് ഇനി വരട്ടാൻ പോവാട്ടാ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു പരിവായി ഇടയിലൊക്കെ ഇളക്കി കൊടുക്കും. അതിനിടയിൽ സുഡൂന് സ്കൂളിൽ പോകണമല്ലോ. അപ്പോൾ ചോറും കൂട്ടാനും എല്ലാവരും സെറ്റാക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കലും കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ കൂടി കുറച്ച് പ്രശ്നമാണ്. അതാട്ടാ ഇടയിലൊക്കെ ഭാഗങ്ങൾ കുറേയൊക്കെ പോയിട്ടാ. അപ്പോൾ സമയം 9 മണിയുടെ അടുത്തു. അപ്പോൾ ഇടയിൽ ഞാൻ ഓഫാക്കി ഉണ്ടായിരുന്നു കേട്ടോ ഗ്യാസ്. കാരണം അവനെ കൊണ്ടുവന്നാക്കാനൊക്കെ പോയ സമയത്തൊക്കെ ഞാനിത് ഓഫാക്കിയിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ അതേ ഇനി നല്ല പണിയാണ് കേട്ടോ. ഇതിൽ ഇനി നന്നായി വരട്ടിയെടുക്കണം. നല്ല മണാട്ടോ അവിടെ ചുറ്റും. പിന്നെ അതേ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യൊക്കെ നന്നായി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് കേട്ടോ. അതേപോലെ തന്നെ 3-4 ഏലക്കയും കൂടി ഞാൻ ഇതിൽ ചതച്ചിട്ടുണ്ടായിരുന്നു. ഏലക്ക നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല, പക്ഷേ നമ്മൾ അടുത്ത വീട്ടിലും പോയി ഒപ്പിച്ചെടുത്തു. എല്ലാവരും അങ്ങനെ തന്നെയല്ലേ, നമ്മുടെ ഇല്ലത് അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വാങ്ങി സെറ്റാക്കും. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാനും മറക്കരുത് കേട്ടോ. അപ്പം ഇത് നമ്മൾ ഗ്യാസ് മേകാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ എന്ത് കാര്യമുണ്ടല്ലോ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്താൽ അതിനൊരു കഷ്ടപ്പാടില്ല. എനിക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്യണം. അപ്പോൾ നല്ല എളുപ്പമായിട്ട് തോന്നും. അപ്പോൾ അതാ ഇടയിൽ ഞാൻ കുഞ്ഞാറ്റിയും ടേസ്റ്റ് വെക്കാൻ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് വരട്ടിയത്. അവൾക്ക് ചക്കയുടെയൊക്കെ ഇഷ്ടമാണ്, പക്ഷെ അതിൽ നാളികേരക്കൂട്ട് പറഞ്ഞത് ഇഷ്ടമല്ല. അപ്പോൾ അതേ നല്ല മധുരമുണ്ട്, നല്ല മണമാണ് ആ നെയ്യും കൂടി ചേർന്നപ്പോൾ. നെയ്യ് ഞാൻ ആ ചേർത്തത് കൂടാണ്ട് ഇടയിൽ കുറച്ചും കൂടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്ന് പറയേ. എവിടെയല്ല ആ എങ്ങനെയുണ്ട് നമ്മുടെ ചക്ക? സൂപ്പറാ ഞാനാ ഇപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ ഇതാ നമ്മുടെ ചക്കയുടെ പരുവം കണ്ട ഇതേപോലെ. ഇനി ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി കട്ടയാവട്ടെ. അപ്പോൾ നമ്മൾ നന്നായി നെയ്യ് തെളിയാനൊന്നും നിൽക്കുന്നില്ല. കാരണം ഇത് നമ്മൾ ഇടയ്ക്ക് ഒരു തിന്നും. അതേപോലെ ചക്കടയ്ക്ക് ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കഴിയും. ഇത് അധികം നാൾ സ്റ്റോർ ചെയ്യാനൊന്നും എനിക്ക് വലിയ പ്ലാനൊന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വരട്ടിയെടുക്കണം കേട്ടോ. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടി ഇത് കട്ടയായിട്ട് വരും. ഇളക്കി എൻ്റെ കൈയുടെ ഉപ്പാട് ഇളകിയിട്ടാ. അപ്പോൾ അതേ ഇപ്പോൾ ചൂടാറിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതേ നന്നായി നല്ല കട്ടിയിൽ വന്നിട്ടുണ്ട് കണ്ട ഒരുവിധം. അപ്പോൾ ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് അടച്ച് വയ്ക്കാം. ഇത്രേ ഉള്ളൂ ചക്ക വരട്ടി. ഇത് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കണ്ട നമ്മൾ 2 ചക്ക എടുത്തിട്ട് ഇതാ ഈ ഒരു ടിന്നിൻ്റെ പകുതിയേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, വീണ്ടും ചക്ക കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയോടെ ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചക്കയുടെ കാലം കഴിയുന്നതിന് മുന്നേ ചക്കയ്ക്ക് ഇതേപോലെ വരട്ടി എല്ലാവരും സ്റ്റോർ ചെയ്ത് വെക്കുക. ഇല്ലാത്തപ്പോൾ സൂപ്പറായിരിക്കും.